ഇരു രാജ്യങ്ങളിലും എത്ര പേർ കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള ഈ യുദ്ധത്തിന്റെ സങ്കീർണ സ്ഥിതി വ്യക്തമാക്കുന്ന പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? നിതീഷ്, ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന ഒരു വിവരം UAE തീരത്തിനടുത്ത് ഒരു കപ്പലിലേക്കും ആക്രമണം നടന്നിരിക്കുന്നു എന്ന വിവരം. UK ട്രേഡ് ഓപ്പറേഷൻസ്, അതായത് അവിടുത്തെ ഈ ഹോർമുസ് കടലിടുക്ക്, ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ സീ തുടങ്ങിയ ഇടങ്ങളിലെ കപ്പൽ ഗതാഗതത്തെ നിരീക്ഷിച്ചു വരുന്ന ഒരു വോളണ്ടറി സംഘടനയാണ്. അവർ നൽകുന്ന വിവരമനുസരിച്ച് നേരത്തെ നമ്മൾ പങ്കുവച്ചതാണ് ഒമാൻ തീരത്ത് ഒരു ചരക്ക് കപ്പലിനെതിരെ ആക്രമണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ മറ്റൊന്നുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. UAE തീരത്തോട് ചേർന്ന് ഒരു ചരക്ക് കപ്പലിലേക്ക് കൂടി ആക്രമണം നടന്നിട്ടായ ഒരു സ്ഫോടക വസ്തു പതിച്ചിട്ടുണ്ട് എന്ന വിവരമാണ്. ആദ്യത്തെ സംഭവത്തിൽ അത് അവിടെ ഉണ്ടായ തീ അണയ്ക്കാനൊക്കെ കഴിഞ്ഞു എന്ന വിവരങ്ങളുണ്ട്. പക്ഷേ ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ടൊരു സൂചന ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ രണ്ടാമത്തെ ഏറ്റവും കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്കകം നൽകിയ ഒരു സന്ദേശമാണ് UAE തീരത്തിനടുത്തും, അതായത് സ്വാഭാവികമായിട്ട് ഇവിടെയാണ് ഇറാൻ കിടക്കുന്നത്. ഈ മേഖലയിൽ നിന്ന് അതിശക്തമായി ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച അതിശക്തമായ ആക്രമണങ്ങൾ UAE കേന്ദ്രീകരിച്ച്, ഖത്തർ, ബഹ്റൈൻ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുകയാണ്. അതിനിടയിലാണ് ഈ ഹോർമസ് കടലെടുക്ക് ഓൾറെഡി അവർ അടയ്ക്കും, ഇതുവഴി ഞങ്ങൾ ഗതാഗതം അനുവദിക്കില്ല എന്ന നിലപാട് നേരത്തെ തന്നെ ഇറാൻ എടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ മേഖല, അതായത് പേർഷ്യൻ ഗൾഫ്, അറേബ്യൻ ഗൾഫ് അറിയപ്പെടുന്ന ഈ കടൽ പ്രദേശം, ഒപ്പം തന്നെ ഗൾഫ് ഓഫ് ഒമാൻ, ഇത്രയും മേഖലയിലായി ഏകദേശം 150ഓളം ചരക്ക് കപ്പലുകൾ ഇപ്പോൾ ഉൾക്കടലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന അവസ്ഥയാണ്. കാരണം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പോൾ 2 കപ്പലുകളിലേക്ക് ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ മേഖലയിൽ ഉള്ള 150ലേറെ കപ്പലുകൾക്ക് ഇത്തരം സംഘടനകൾ നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നങ്കൂരമിട്ട് നിൽക്കുകയാണ്. യാത്ര തുടരാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം ഏതു വിധത്തിലാണ് ഇറാന്റെ ഇപ്പോൾ ഈ 2 കപ്പലുകളിലേക്കും ആക്രമണം നടന്ന എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നാണ് എന്ന സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടകരമായ സാഹചര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം എണ്ണക്കപ്പലുകളാണ്, അത് വലിയ രീതിയിലുള്ള ആക്രമണമാണെങ്കിൽ തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിഭീകരമായ ഒരു നാശനഷ്ടത്തിലേക്കും അപകടങ്ങളിലേക്കും കാര്യങ്ങൾ പോകാൻ, ഒപ്പം തന്നെ സമുദ്രത്തിൽ തന്നെ മറ്റ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം, മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കപ്പൽ സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം ഈ മേഖലയിൽ ഗൾഫ് ഓഫ് ഒമാൻ, ഒപ്പം തന്നെ അറേബ്യൻ ഗൾഫ്, ഈ 2 കടൽ മേഖലയിലും 150ലേറെ ചരക്ക് കപ്പലുകൾ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പമാണ് തുടർച്ചയായി UAE അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് ഡ്രോൺ ഉപയോഗിച്ചും മിസൈൽ ഉപയോഗിച്ചുമുള്ള ഇറാന്റെ ആക്രമണം. ഇപ്പോൾ ആക്രമണങ്ങൾ ഒരു 100 ആക്രമണം നടന്നതിൽ ഒരു 90ഓ 95ഓ മിസൈലുകൾ, ഡ്രോണുകളെ തകർക്കാൻ, ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ചിലത് ലക്ഷ്യം കാണുന്നുണ്ട്. അതിപ്പോൾ കൂടുതലായും ജനവാസ മേഖലകളിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നു. മരണസംഖ്യ വരുന്നു എന്നത് വളരെ ആശങ്കയോടെയാണ് ലോകം കാണുന്നത്. കുവൈറ്റിൽ ഒരു മരണവും 32 പേർക്ക് പരിക്ക്. അതേസമയമാണ് ഇസ്രായേലിൽ നിന്ന് ഏറ്റവും പുതിയ വിവരമുള്ളത്. ബെയ്ത്ത് എന്ന ഷംഷീൻ എന്ന സ്ഥലത്ത് നിന്ന് 9 പേരുടെ മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടന്നത്. അങ്ങനെ 9 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നേരത്തെ ഒരു മരണം അതും കൂടെ കണക്കിലെടുക്കുമ്പോൾ ഏകദേശം 10 പേർ ഇതിനോടകം ഇസ്രായേലിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്